സർ, ഈ കാഞ്ഞിരപ്പള്ളി കേരളത്തിൽ നിന്നിപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് അദ്ദേഹം പാർലമെൻറ്റിൽ വന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയൊക്കെ ആയിരിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ ജോർജ് കുര്യനാണ്. അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അങ്ങനെ BJP അദ്ദേഹത്തിനൊരു മന്ത്രിസ്ഥാനം കൊടുത്തു. അദ്ദേഹം തുറമുഖ വകുപ്പൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിന് വളരെ പ്രധാനപ്പെട്ട ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന വകുപ്പാണത്. സത്യത്തിൽ മുമ്പ് കേന്ദ്രത്തിൽ അങ്ങനെ ഒരു വകുപ്പില്ലായിരുന്നു. തുറമുഖ വകുപ്പ് മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഒരു പ്രത്യേകം വകുപ്പായി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട്, ഇത്രയും വലിയ തീരപ്രദേശമുള്ള ഭാരതത്തിന് അങ്ങനെ ഒരു വകുപ്പ് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തതാണ്. അതിൻ്റെ മന്ത്രിയായിട്ടാണ് അദ്ദേഹം MOS ആയിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളിയിൽ നിയോഗിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കാഞ്ഞിരപ്പള്ളിയിൽ BJPക്ക് ഒരു വിജയ സാധ്യത ഉണ്ട് എന്ന് ആരും കൽപ്പിക്കാത്ത, രാഷ്ട്രീയ നിരീക്ഷകരാരും കൽപ്പിക്കാത്ത, അതായത് അവരുടെ പരമ്പരാഗത വോട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു അങ്ങനെ വിന്നിങ് സാധ്യതയില്ലാത്തതാണ്, സാധ്യത ഉള്ള ഒരു മണ്ഡലമല്ല. പക്ഷെ എന്നിട്ടും ഒരു കേന്ദ്രമന്ത്രിയെ അവിടെ നിയോഗിച്ചിരിക്കുകയാണ് BJP. എന്താണ് അദ്ദേഹത്തെ അവിടെ നിർത്തി, കാഞ്ഞിരപ്പള്ളിയിൽ നിർത്തി തോൽപ്പിക്കാനാണോ അതോ വിജയിപ്പിച്ചെടുക്കാനാണോ? എന്താണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത്? കാഞ്ഞിരപ്പള്ളിയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ആർക്ക് അനുകൂലമാണ്? ഈ വിഷയം ഒന്ന് സംസാരിക്കാം. നരേന്ദ്രമോദി, അമിത്ഷാ രണ്ടുപേരും നടത്തുന്ന ചില കരുനീക്കങ്ങൾ നമുക്കൊരിക്കലും പറയാനൊക്കില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പലപ്പോഴും വലിയ ആവശ്യങ്ങളുമായി അവിടെ ചെല്ലാറുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ പറയുന്നത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾ പിന്തുണ നൽകണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്നതൊക്കെ കിട്ടണം. ഇപ്പോൾ വലിയൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, മൈക്രോ മൈനോറിറ്റി പദവി. ക്രിസ്ത്യൻ ഏതാണ്ട് ന്യായമാണ്, ന്യായവുമാണ്. BJPക്ക് ഇത് തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവരെന്ത് കൊടുക്കുമ്പോഴും, അതായത് അമിത്ഷായും നരേന്ദ്രമോദിയും എന്ത് കൊടുക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ നിങ്ങൾ എന്ത് തരുമെന്നും ചോദിക്കും. ഇതിവിടെ മാത്രമല്ല, എല്ലായിടത്തും. ഇറാനോടും ചോദിക്കും, അമേരിക്കയോടും ചോദിക്കും, ഇസ്രായേലിനോടും ചോദിക്കും, റഷ്യയോടും ചോദിക്കും. അതായത് ഗുജറാത്തി കച്ചവടക്കാരൻ്റെ മാർവാടിയുടെ ആ ഒരു സാധനമുണ്ട് അവരുടെ ബ്ലഡിൽ. നിങ്ങൾക്ക് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, നിങ്ങൾക്ക് ഞങ്ങൾ ചിലത് ചെയ്യുമ്പോൾ അത് ഞങ്ങളുടെ രാഷ്ട്രീയ പിന്തുണ കൊണ്ട് ചെയ്യുന്നതാണ്. രാഷ്ട്രീയ പിന്തുണ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് വേണം. നിങ്ങൾ വോട്ട് തരൂ, തന്നാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനൊരു അവർ പറയും തീർച്ചയായിട്ടും വിലപേശലാണ്. തീർച്ചയായിട്ടും പറയേണ്ടത് ഞങ്ങൾ എന്നും അങ്ങനെയല്ലേ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങൾ നോക്കൂ, അവിടെ എല്ലാം ഞങ്ങൾ BJPയുടെ ഗോവ നോക്കൂ, ഞങ്ങൾ BJPക്കല്ലേ, അതുപോലെ നമുക്ക് കേരളത്തിലും തരാമെന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രിയെ തന്നെ കൊണ്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആൾ. ഇതിനു മുമ്പ് മൈനോറിറ്റി കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന സമയത്തും നിങ്ങൾക്കൊക്കെ ഒരുപാട് സഹായങ്ങളും ചെയ്തിട്ടുള്ള ആൾ. അങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾ ഇതായിട്ട് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യും. വോട്ട് ചെയ്യണോ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾക്കാണ് നഷ്ടം. അതുപോലെ എന്ത് വേണോ തീരുമാനിക്കാം. ഒരു ടെസ്റ്റ് ഡോസ് സാധനത്തിന് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പറ്റിയ ആളിനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അവരുടെ തന്നെ ഒരാളാണ്, റോമൻ കത്തോലിക്കനാണ്, നല്ല വളരെ സാത്വികനാണ്. ചെറുപ്പം തൊട്ടേ ABVPയിലും RSSലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഐഡിയോളജിക്കൽ ക്ലാഷോ പ്രശ്നങ്ങളോ ഇല്ല, അവിടെ യാതൊന്നുമില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെയോ അല്ലെങ്കിൽ RSSന്റെയോ അതിതീവ്രതയിലേക്ക് ഒരിക്കലും വന്നിട്ടുമില്ല. വളരെ മിതവാദിയായി, മിതത്വത്തോടുകൂടി എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് വേറൊരു കുമ്മനം രാജശേഖരനാണ്. അതെ, ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു കുമ്മനം രാജശേഖരനായിട്ട് ജോർജ് കുര്യനെ നമുക്ക് പ്രതിഷ്ഠിക്കാം. ആ വിധത്തിലുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അങ്ങനെ മാത്രം നമ്മൾ കണ്ടാൽ മതി. അവിടെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ റിസൾട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. സാറേ, ഈ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാൾ മുമ്പാണ് ഒരു ചോദ്യം അതിനിടയ്ക്ക്. ഈ നമ്മുടെ ഇവിടുന്ന് ബിഷപ്പുമാരും ഒക്കെ ചേർന്ന ഒരു സംഘം അവിടെ പോയി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതാ ഞാൻ പറഞ്ഞ ടെസ്റ്റ് ഡോസാണ്. നമ്മുടെ തൃശ്ശൂർ ബിഷപ്പൊക്കെ
ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചും അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മൈനോറിറ്റി പദവി കിട്ടണം എന്നുള്ളതാണ്. പദവി കൊടുക്കും, ഏത് കാര്യവും BJP-യോടൊപ്പം നിൽക്കുന്നവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം. കൂടെ നിൽക്കാത്തവർക്ക് വരെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ കൂടെ നിൽക്കുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു MP-യും ഒരു MLA-യും ഇല്ലാതിരുന്നിട്ട് പോലും കേരളത്തിന്റെ വികസന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ലേ? വിഴിഞ്ഞം തുറമുഖം ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഒരു സപ്പോർട്ടോടുകൂടി നടന്നത്. കേന്ദ്രത്തിന്റെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം തുറമുഖം നടക്കില്ല. ഈ ദേശീയവാദ വികസനം നടക്കില്ല. നമ്മള് 75 കൊല്ലമായിട്ട് പറഞ്ഞു, 75 അതിൽ കൂടുതൽ കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വിഴിഞ്ഞം തുറമുഖം. SRCP തുടങ്ങിയതാണ്. SRCP ബ്രിട്ടീഷുകാരുടെ അടുത്ത് പോയി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ട്രാവൻകൂറിങ് തന്നേക്ക്, ഞങ്ങൾ അങ്ങ് നോക്കിക്കൊള്ളാം. നിങ്ങൾ പാകിസ്ഥാൻ കൊടുക്കില്ലേ, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും 2 പാകിസ്ഥാൻ കൊടുക്കില്ലേ, അതുപോലെ ഒരു പീസ് ഞങ്ങൾക്ക് ഈ അറ്റത്തും കൂടെ താ. അപ്പം ഈ ബ്രിട്ടീഷുകാർക്ക് താല്പര്യമായിരുന്നില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ CP ഇതിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി നിർത്തിയേനെ. തീർച്ചയായിട്ടും അത് നിർത്തിയേനെ. അപ്പോൾ അവർ ചോദിച്ചെന്തറിയാമോ, നിങ്ങൾ ഈ കയറും കശുവണ്ടിയും റബ്ബറും വെച്ചിട്ട് നിങ്ങൾക്ക് ഈ നാണ്യവിളകൾ വെച്ചിട്ട് ഈ ഒരു രാജ്യത്തെ പോറ്റാൻ പറ്റുമോ? അപ്പം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട, ഈ തുറമുഖം ഞങ്ങൾക്ക് അത് മുതലാക്കാൻ എനിക്കറിയാം. ഒരു പക്ഷേ അന്ന് SRCPക്ക് ഇത് സാധനം കിട്ടിയിരുന്നേ ഉണ്ടല്ലോ, സിംഗപ്പൂരിനേക്കാൾ കൊളംബോയേക്കാൾ ദുബായിയേക്കാൾ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോർട്ടായിട്ട് വിഴിഞ്ഞം മാറിയതിനെ ലോകത്തിൻ്റെ ഈ നാവിക ഹബ്ബ് ഈ ട്രാവൻകൂറായി മാറിയത്. മനസ്സിലായില്ലേ? അതുപോലെ പിന്നെ ചില സാധ്യതകൾ കേരളത്തിന് തുറന്നു കൊടുത്തത് ഇപ്പോൾ വൈകി 75 വർഷം കഴിഞ്ഞിട്ട് വൈകി തുറന്നു കൊടുത്തത് നരേന്ദ്രമോദിയാണ്. ഇനി വലിയ കോമ്പറ്റീഷനാണ്. വിഴിഞ്ഞത്തിനോട് മത്സരിക്കണം, ദുബായിയോട് മത്സരിക്കണം, കൊളംബോയോട് മത്സരിക്കണം, ദുബായിയോട് മത്സരിക്കണം, സിംഗപ്പൂരിനോട് മത്സരിക്കണം, എല്ലാം ഉണ്ട് അവിടെ. പക്ഷെ എന്നാൽ പോലും സ്ട്രാറ്റജിക് ലൊക്കേഷൻ അതിഭയങ്കരമാണ്, നമുക്ക് വളരാൻ സാധിക്കും. അത് ഇട്ടുകൊടുത്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അതുപോലെ കാഞ്ഞിരപ്പള്ളിക്കും ചില പ്രത്യേകതകൾ. ക്രിസ്ത്യാനിക്ക് കാഞ്ഞിരപ്പള്ളി അച്ചായൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രത്യേക അച്ചായൻ. കണ്ടിട്ടില്ലേ? സിനിമയിലൊക്കെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന പോലത്തെ ഒരു കഥാപാത്രമായിട്ട് ഈ കാഞ്ഞിരപ്പള്ളി അച്ചായനെ പറയുന്നത്. ഒരു ജീപ്പ്, ഒരു തലയെടുപ്പ്, എന്ന് പറഞ്ഞൊരു സാധനം പൊട്ടിച്ച് ആരടാ എന്ന് ചോദിക്കുന്ന ശൈലി, ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകതകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് നല്ലത് കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ചെയ്യാം, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ എതിരായി നിൽക്കുന്ന ജയരാജൻ്റെ കാര്യം ഇത്തവണ അത്ര ശുഭകരമല്ലെന്നാണ് അവിടെ നിന്ന് അറിയുന്നത്. പ്രൊഫസർ ജയരാജ് അദ്ദേഹം പലപ്പോഴും അവിടെ വെന്നിക്കൂടി പാറിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വളരെ സുപരിചിതമാണ്. 2 ചിറകുകൾ, ഒന്ന് NSS-ഉം ഒന്ന് ഈ ക്രിസ്ത്യൻ വോട്ടുമാണ്. അപ്പൊ അത് ഒന്ന് മാണി സാറിന്റെ കൂടെ നിന്ന് പിടിച്ച അതും, രണ്ടാമത്തേത് സപ്പോർട്ടിന്റെ ഒരു പ്രശ്നമാണ്. ഇത് ഇത്തവണ അത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടുമോ എന്നൊരു സംശയം നിലവിലുണ്ട്. NSS വോട്ടുകളെ കുറിച്ചും ആ സംശയം പറയുന്നു. അതും പറയുന്നുണ്ട്. അത് ഒരു പക്ഷേ BJP കൂടുതൽ കൊണ്ടുപോയേക്കാം. അവിടെ RSSന് സാമാന്യം നല്ല രീതിയിൽ പ്രവർത്തനമുള്ള ഒരു സ്ഥലമാണ് ഈ ഉള്ള വോട്ടുകൾ അധികവും ഈ NSS ബെൽറ്റിൽ നിന്നൊക്കെ, നായർ ബെൽറ്റിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇത്തവണത്തെ സാഹചര്യത്തിൽ ജോർജ് കുര്യൻ മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ ടൈറ്റ് ഫൈറ്റിലേക്ക് അത് അങ്ങനെ പോകുമ്പോൾ ജയരാജന് കുറേ പ്രതിസന്ധികൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. സാർ, അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോ UDF ഒരു സ്ഥാനാർത്ഥി? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വളരെ മികവുള്ള ആളാണ്, ഒരു ചെറുപ്പക്കാരനാണ്, സൗമ്യനാണ്, ചാനൽ ചർച്ചകളിൽ സജീവമാണ്. റോണി കെ ബേബി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വലിയ വിവാദങ്ങളിലേക്കൊന്നും പോകാത്ത ഒരാളാണ്, മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന് കാഞ്ഞിരപ്പള്ളിക്ക് യോജിച്ച ഒരാളാണ്, നല്ല സമ്മതിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ മണ്ഡലത്തിലുള്ള ബന്ധങ്ങളും അദ്ദേഹത്തിന് ഗുണം ചെയ്യും. അത് ശക്തമായൊരു ത്രികോണ മത്സരത്തിനാണ് കാഞ്ഞിരപ്പള്ളി. പ്രതീക്ഷിക്കാത്ത ശക്തിയുള്ള എന്ത് സംഭവിക്കാവുന്നതാണ്. നമ്മൾ പലപ്പോഴും ത്രികോണ മത്സരം പറയുമ്പം അങ്ങനെ ഒരു സാധനം കാഞ്ഞിരപ്പള്ളിയെ കുറിച്ച് പറയാറില്ല. പക്ഷേ കാഞ്ഞിരപ്പള്ളിയിൽ ഇക്കുറി ത്രികോണ മത്സരം തന്നെയാണ്. അതിൽ ഫലം പ്രവചനാധീനമാണ്. പക്ഷേ റോണി കെ ബേബിക്ക് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ചെറിയ മുൻതൂക്കം ഉണ്ട് എന്ന് തോന്നാറുണ്ട്. അത് വരും ദിവസങ്ങളിൽ മറ്റു പാർട്ടികൾ കൂടെ സജീവമാകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇനി അധികം ദിവസങ്ങളില്ല, 10 ദിവസം തികച്ചില്ല, ആ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പ്രതീക്ഷിക്കാത്തൊരു പൊടിപൂരം നമുക്ക് കാണാൻ സാധിക്കും. 3 പേരും ഏതാണ്ട് ഒരുപോലെ ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റിൽ
ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർ ഓടി എങ്ങനെ കവർ ചെയ്യും എന്നുള്ളത് 9-ാം തീയതി ജനത്തിൻ്റെ സമ്മതി കൂടി കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും കാഞ്ഞിരപ്പള്ളിയിൽ താമര വിരിയുമോ ഇല്ലയോ, ഈ പറഞ്ഞതുപോലെ പ്രൊഫസർ ജയരാജിൻ്റെ കുത്തക തകരുമോ അതോ ജയരാജ് തന്നെ തുടരുമോ, ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാഞ്ഞിരപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും 10-11 ദിവസം കൂടിയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. പറഞ്ഞതുപോലെ കാഞ്ഞിരപ്പള്ളിയെക്കുറിച്ച് വീണ്ടും ഒരു ചർച്ച വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴവിടെ ഒരു അസന്നിഗ്ധാവസ്ഥ അവിടെ ഉണ്ട്. ആര് എന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു സൂചന പോലും കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ ശക്തമായ നരേന്ദ്രമോദിയും ചിലപ്പോൾ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പാല കേന്ദ്രീകരിച്ച് ഒരു ഫോക്കസ്ഡ് അവിടെ ഒന്ന് വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്. പാലായിൽ ഇതെല്ലാം അടുത്തടുത്തായതുകൊണ്ട് അടുപ്പ് കൂട്ടിയ പോലെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ മൂന്നിനെയും കേന്ദ്രീകരിച്ച് നരേന്ദ്രമോദിയുടെ ഒരു പ്രചരണവും ഉണ്ടാവും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഒരു തവണ കൂടെ കാഞ്ഞിരപ്പള്ളി ചർച്ച ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതുവരെ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.